വളരെയേറെ ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് മുരിങ്ങക്ക. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മുരിങ്ങക്ക തോരനാണ്. മൈ നെയിം ഈസ് ജോ. വെൽക്കം ടു മൈ ചാനൽ. തോരൻ വയ്ക്കുന്നതിനായി അധികം മൂത്തുപോകാത്ത മുരിങ്ങക്ക നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് ചുരണ്ടിയെടുക്കാം. 240 മില്ലിയുടെ 3 കപ്പ് മുരിങ്ങക്ക ആണ് ഞാനിവിടെ ചുരണ്ടിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് തോരൻ വയ്ക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിനായി 1 കപ്പ് തേങ്ങ ചിരവിയത്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ജീരകം 1/4 ടീസ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ, കറിവേപ്പില 1 തണ്ട്, പച്ചമുളക് 3 എണ്ണം, എരിവനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. വെളുത്തുള്ളി 6 അല്ലി ചതച്ചെടുക്കാൻ, ചെറിയ ഉള്ളി അഥവാ ചുവന്നുള്ളി 10 എണ്ണം. ഇതിനു പകരമായി ഒരു മീഡിയം സൈസ് സവാള ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടായതിനു ശേഷം 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായതിനു ശേഷം 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. ജീരകം ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ കടുക് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് പൊട്ടിച്ചെടുക്കുക. ഇതെല്ലാം ചെയ്യുമ്പോൾ സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെക്കുവാൻ മറക്കരുത്. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. ഇനി നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് ഒരു 10 സെക്കൻഡ് വഴറ്റാം. അതിനുശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അടുത്തതായി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയെടുക്കാം. ഉള്ളി വഴന്നു വന്നാൽ മതി. ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റാൻ പാടുള്ളതല്ല. സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ചേർത്ത് ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കാം. അടുത്തതായി 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ടീസ്പൂണും ടേബിൾ സ്പൂണും തമ്മിൽ മാറിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ചുരണ്ടി വെച്ചിരിക്കുന്ന 3 കപ്പ് മുരിങ്ങക്ക ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കുക. വെള്ളം കൂടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. മൂടി തുറന്നതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. നോൺ സ്റ്റിക്ക് പാനിൽ കുക്ക് ചെയ്യാത്തവർ ഉചിതമായ രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഇളക്കി കൊടുത്തുകൊണ്ട് അതിലെ വെള്ളമയം പറ്റിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ മുരിങ്ങക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ വേഗം തയ്യാറാക്കാൻ സാധിക്കുന്ന ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി താഴെ രേഖപ്പെടുത്തുക. ഈ വീഡിയോയുടെ പൂർണ്ണരൂപം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായി കണ്ടുമുട്ടും വരെ നമസ്കാരം.